അപ്പൊ ഞാൻ പറയുന്നത്, ശബരിമല വിമാനത്താവളം വരാത്തതിന് കാരണം എന്താണെന്ന് ചോദിക്കുന്ന നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, ശബരിമല വിമാനത്താവളം വരാത്തതിന്റെ കാരണം ഈ സംസ്ഥാന സർക്കാരാണ് എന്ന് അവർ ഈ സർക്കാരിന്റെ മുഖത്ത് നോക്കി പറയാൻ തയ്യാറാവണം. അല്ലാതെ കേന്ദ്രം ഭരിക്കുന്നവരല്ല ശബരിമല വിമാനത്താവളം വരാത്തതിന്റെ കാരണം. ശബരിമല വിമാനത്താവളം വരാത്തതിന്റെ കാരണം ഈ സംസ്ഥാന സർക്കാരാണ്. ഈ സംസ്ഥാന സർക്കാരിന്റെ തലതിരിഞ്ഞ നടപടിക്രമങ്ങളാണ് ശബരിമലയിലെ വിമാനത്താവളം വരാതിരിക്കാൻ കാരണം. ശബരി റെയിൽപാത വരാതിരിക്കാനുള്ള കാരണം എന്താണ്? ശബരി റെയിൽപാത വരാതിരിക്കാനുള്ള കാരണം നിങ്ങൾക്കറിയോ? അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് 550 കോടി രൂപയ്ക്ക് പൂർത്തീകരിക്കേണ്ട പദ്ധതിയാ. അന്ന് ഫ്രീ ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞ പദ്ധതിയാ. പക്ഷേ അന്ന് ഭരിച്ച സർക്കാരുകൾ ഒന്നും തന്നെ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ തയ്യാറായില്ല. 7 കിലോമീറ്ററാണ് അതിനെ ഭൂമി ഏറ്റെടുത്തത്, ബാക്കി ഏറ്റെടുത്തില്ല. അങ്ങനെ കടന്നു. ഇപ്പോ പുതിയ സർക്കാർ വന്നപ്പോ 3600 കോടി രൂപയ്ക്ക് ശബരിമല ഈ പദ്ധതി, ശബരി റെയിൽ പദ്ധതി നടപ്പാക്കാം. 50% പൈസ കേരള സർക്കാർ കൊടുക്കണം. കേരള സർക്കാർ MOU ഒപ്പിടുന്നുണ്ടോ? MOU ഒപ്പിടുന്നില്ല. കാരണം എന്താ? കേരള സർക്കാരിന്റെ കയ്യിൽ പാഷാണം മേടിക്കാൻ പോലും കാശില്ല, നമുക്കറിയാം. അപ്പൊ ഈ ശബരി റെയിൽ പദ്ധതി നടപ്പാക്കാത്തതിന്റെ കാരണം ആരാണ്? സംസ്ഥാന സർക്കാരാണ്. എനിക്ക് ഇക്കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയുന്ന സംഘടനാ നേതാക്കന്മാരോട് പറയാനുള്ളത്, വിമാനത്താവളം പദ്ധതിയായാലും ശബരി റെയിൽ പദ്ധതിയായാലും അതിനൊക്കെ ഉത്തരവാദികൾ, അത് വൈകുന്നതിന്റെ, ഇല്ലാതാവുന്നതിന്റെ ഉത്തരവാദികൾ സംസ്ഥാന സർക്കാരാണ് എന്ന് അവർ മനസ്സിലാക്കണം. സംസ്ഥാന സർക്കാരിനോടാണ് അവർ ആ ചോദ്യം ചോദിക്കേണ്ടത്. പമ്പ മലിനമാകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ് എന്ന് അവർ മനസ്സിലാക്കണം.